ഒരു നല്ല സിനിമ കണ്ടു തീരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഇല്ലേ, ആ കഥയും അതിലെ കഥാപാത്രങ്ങളും നമുക്ക് സ്പെഷ്യലായി മാറും. എത്ര തവണ കണ്ടാലും ബോറടിക്കാത്ത, എത്ര സമയം റിപ്പീറ്റ് ആയിട്ട് കണ്ടാലും ആ സമയത്തിന് അത് വെർത്തായിട്ട് ഫീൽ ചെയ്യുന്ന ചില സിനിമകളുണ്ടല്ലോ. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ് വിൽ യു ബി ദേർ. ഒരു സിമ്പിൾ ഫാന്റസി ഫീൽ ഗുഡ് പടം. എന്നാൽ ഇത് കണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സമാധാനം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. സമയമുള്ളപ്പോൾ ഫുള്ളിരുന്ന് കണ്ടാൽ മതി, ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളിരുന്ന് കണ്ട് അവസാനം ആ ക്ലൈമാക്സ് പോർഷനിൽ ഏറ്റവും ലാസ്റ്റ് മൊമെന്റിൽ പോലും നമുക്കൊരു സ്പെഷ്യൽ ഫീൽ തരുന്ന മനോഹരമായൊരു സിനിമയാണിത്. ഇവിടെ എന്തായാലും പരമാവധി പരിമിതികൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ടാവും. സ്റ്റിൽ ടൈം ഉണ്ടെങ്കിൽ സിനിമ കണ്ടു നോക്കാം. ഇങ്ങനെയുള്ള കൂടുതൽ കഥകൾ കേൾക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വർഷം 2015. കംബോഡിയയിൽ പ്രകൃതി ദുരന്തത്തെ തുടർന്ന് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിലായി. അവരെ സഹായിക്കാനായിട്ട് ഒരു കൂട്ടം ഡോക്ടേഴ്സ് ഇങ്ങോട്ട് വന്നു. നാളുകളോളം ഇവിടെ സ്റ്റേ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ദെൻ ഡോക്ടേഴ്സ് തിരികെ പോകാൻ സമയമായി. അവരെ തിരികെ കൊണ്ടുപോകാൻ ഹെലികോപ്റ്റർ വന്നു. നാട്ടിലുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞ് അവർ സന്തോഷത്തോടെ തിരികെ പോവാണ്. ആ ഒരു ടൈമിലാണ് ഒരു പ്രായമായ വ്യക്തി വയ്യാത്ത ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കഥാനായകൻ ഡോക്ടറോട് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. ഡോക്ടേഴ്സിന് തിരിച്ചു പോകാനുള്ള കോപ്റ്റർ വന്നിരിക്കുകയല്ലേ, ഇപ്പൊ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റുക? ഇപ്പൊ ഇദ്ദേഹം സ്റ്റേ ചെയ്താൽ ഇനി 2 ആഴ്ച ഇവിടെ തുടരേണ്ടി വരും. അതിനുശേഷമേ അടുത്ത കോപ്റ്റർ വരുള്ളൂ. എന്നിട്ട് കൂടി നമ്മുടെ കഥാനായകനായ സോഹ്യൂൺ, നമുക്ക് ഡോക്ടർ ഹാൻ എന്ന് വിളിക്കാം, അദ്ദേഹത്തിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് കോപ്റ്ററിൽ നിന്നിറങ്ങി ഇവിടെ ആ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യാൻ നിൽക്കുന്നു. മനുഷ്യത്വം, വെറും മനുഷ്യത്വം. എപ്പോഴും കോർപ്പറേറ്റുകളെ സഹായിച്ചാൽ പറ്റത്തില്ലല്ലോ, ഒരു ജീവൻ രക്ഷിക്കേണ്ട കാര്യമല്ലേ. ഡോക്ടർ ഹാനിന്റെ വലിയ മനസ്സ്. കുഞ്ഞ് രക്ഷപ്പെട്ടു. ദെൻ ഡോക്ടർ ഹാൻ അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കും. ഇത് ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ്. ആൾക്ക് നിർത്താൻ പറ്റില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്ന ആ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞുപോയി. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. പറ്റുന്നതും എത്രയും വേഗം നല്ലൊരു തീരുമാനം എടുക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. കുറെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും ചില ശീലങ്ങൾ നമ്മളെയും കൊണ്ടേ പോവുള്ളൂ. ഡോക്ടർ ഹാനിന്റെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ വലി കാരണം പുള്ളിക്കാരന് ലങ് ക്യാൻസർ ആണ്. ഇനി അധികം നാൾ ജീവനോട് ഉണ്ടാവത്തില്ല. അത്രയും സിവിയർ അവസ്ഥയിലാണ്. ഇവിടെ വയ്യാണ്ട് കിടന്ന ആ കുട്ടിയും എടുത്ത് നമ്മുടെ ഹീറോയുടെ അടുത്ത് ചെന്ന ആ മുത്തശ്ശൻ ഹീറോയുടെ അടുത്ത് വന്നിരുന്നപ്പോൾ ആ കുഞ്ഞിപ്പോ ഓക്കെയാണ്. അത് നിങ്ങളുടെ കൊച്ചുമകളാണോ? ഏയ് അല്ലല്ല, അകത്ത് കാട്ടിൽ അവള് വീണ് കിടക്കുമായിരുന്നു. നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവളെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല. നിങ്ങളുടെ വലിയ മനസ്സിന് നന്ദി. ഡോക്ടർ ഹാനും ഇല്ലില്ല, നിങ്ങൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നുകൊണ്ടല്ലേ അവളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയത്, നിങ്ങൾക്കും നന്ദി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ മുത്തശ്ശൻ ഡോക്ടറിന്റെ മുഖത്ത് നോക്കി ഇദ്ദേഹത്തിന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കും. ആഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് ഒരാളെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. എടുത്ത വായിലെ മുത്തശ്ശൻ പറയുന്നതാണെങ്കിലോ, അപ്പൊ നിങ്ങൾക്ക് തീരെ സമയമില്ലെന്ന്. അധികം താമസിയാതെ ഡോക്ടർ ഹാൻ മരണപ്പെടുമെന്ന് അത് അവനും വ്യക്തമായി അറിയാവുന്ന കാര്യമാണല്ലോ. മുത്തശ്ശനാവട്ടെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ മാല പോലെ ഇട്ടിരുന്ന ഒരു ചെറിയ കുപ്പി എടുത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കും. അതിനകത്ത് കുറെ ഗോൾഡൻ കളറിലുള്ള ഗുളികകൾ എന്തോ ആണ്. ഈ സംഭവങ്ങളൊക്കെ 2015 നടക്കുന്നത്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് 1985 നടന്ന കുറച്ച് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമ്മുടെ ഹീറോ ഹാനിന്റെ പാസ്റ്റ്, അദ്ദേഹം റെസിഡൻഷ്യൽ ഡോക്ടർ ആയിരുന്ന ആ ഒരു കാലഘട്ടം. അവിടെ ഒരു മറൈൻ പാർക്കിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുവാണ് നമ്മുടെ കഥാനായിക കൂടിയായ യോന. ഹാനും യോനയും ഒരുപാട് നാളായി ഇഷ്ടത്തിലാണ്. ആ സമയത്ത് പുള്ളിക്കാരന് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് പിറ്റേ ദിവസം യോനയുടെ പ്രോഗ്രാം കാണാൻ വന്നിരുന്ന് പ്രോഗ്രാം ശ്രദ്ധിക്കാതെ അവിടെ ഇരുന്നുറങ്ങും. കാരണം ആൾക്കിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആണ്. അത്രയും സമയം ഇത്രയും മെനക്കെട്ട ജോലിയും കഴിഞ്ഞ് വന്നിരുന്ന് ആരായാലും ഉറങ്ങിപ്പോവും. അതിന്റെ പേരിൽ യോന വഴക്ക് പറയും, ചിലപ്പോൾ 2 ഇടി ഇടിയും എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ആൾ പിന്നെയും പുറകെ കെഞ്ചി നടന്നെല്ലാം ഓക്കെ ആക്കും. ഇതൊക്കെ മാഡത്തിന്റെ ഒരു നമ്പർ അല്ലേ, ഇങ്ങനെയൊക്കെ ആണെന്ന് കരുതി വെറുപ്പിക്കാനല്ല കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ രണ്ടാളും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാനിന്റെ നാട് ബുസാനാണ്. അങ്ങോട്ടുള്ള ട്രെയിൻ ടു ബുസാൻ നോക്കി അവൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ യോന അവന്റെ അടുത്ത് ചെന്ന് അവനെ പ്രപ്പോസ് ചെയ്യും. ഇവൾക്ക് അവന്റെ കുഞ്ഞിനെ വേണമെന്ന്. അതിന് ഓക്കെ ആണോ എന്ന് ചോദിക്കും. അവനും പൂർണ്ണ സമ്മതം. നാട്ടിൽ പോയിട്ട് വന്ന് അധികം താമസിക്കാതെ വിവാഹം ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തി. അന്നേ ഹാൻ ഒരു പുകയ്ക്കറാണ്. യങ് ഏജിൽ തന്നെ പുകവലി ഭയങ്കരമായിട്ടുണ്ട്. ഡോക്ടറാണ്, ഇതിന്റെ വരുംവരാഴിയൊക്കെ അറിയാം, പിന്നെ ചെറുപ്പത്തിലെ റെമഡി അറിയാം എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ടാവാം. ആളങ്ങനെ ബുസാനിലെത്തി അവിടെയും ഇങ്ങനെ പുകച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദേ നമ്മുടെ ഹീറോ, അതായത് നമ്മൾ 2015 ടൈമിൽ കണ്ട നമ്മുടെ ഹീറോ ഇല്ലേ, ആ ഡോക്ടർ ഹാൻ്റെ ഇവിടെ പാസ്റ്റിലെത്തിയിരിക്കുന്നു. അയാൾക്കൊത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ നിന്റെ പേര് ഹാൻ എന്ന് തന്നെയല്ലേ? ചെറിയ ഹാനിന് ഇതെന്ത് സംഭവം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. സർ നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് എന്റെ പേരാണ്. ഫ്യൂച്ചറിൽ നിന്ന് വന്ന ആൾക്ക് ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ലേ? പെട്ടെന്ന് ആൾ ചുമച്ചിട്ട് മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരാൻ തുടങ്ങി. ആൾക്ക് ലങ് ക്യാൻസർ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് കണ്ട് കൊച്ചു ഹാൻ അവന്റെ കർച്ചീഫ് എടുത്തു കൊടുത്തു. മുതിർന്ന ഹാന് പിന്നെയും ചുമ കൂടുകയും ബ്ലഡ് കൂടുതലായിട്ട് വരികയും ചെയ്തപ്പോൾ അദ്ദേഹം ഓടി ബാത്റൂമിൽ കയറി. യങ് ഹാനും പുറകെ ഉണ്ട്. സർ നിങ്ങൾ ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലെങ്കിൽ എന്റെ കർച്ചീഫ് ഇങ്ങി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുന്നത് വരെയും ബാത്റൂമിനകത്ത് ചുമയുണ്ടായിരുന്നു. പെട്ടെന്ന് ബാത്റൂമിലെ ചുമ നിന്നു. ദാണ്ടെ നമ്മുടെ മുതിർന്ന ഹാൻ എയർപ്ലെയിനിലെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. അതായത് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ഹാനിന്റെ പാസ്റ്റ് കാണിച്ചു തരുക മാത്രമല്ല, 2015 ജീവിക്കുന്ന നമ്മുടെ ഹീറോ ഹാൻ 30 വർഷം പുറകിലേക്ക് പോയി തന്റെ യങ്ങർ വേർഷനെ മീറ്റ് ചെയ്തിട്ട് വീണ്ടും പ്രസന്റിലേക്ക് തിരിച്ചു വന്നതാണ്.
നടന്നതാണ്. അതായത് ഒരു ടൈം ട്രാവലാണ് നടന്നത്. ഇതൊന്നും ആൾക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരുപക്ഷെ സ്വപ്നം കണ്ടതായിരിക്കാം. അവിടെ വെച്ച് ആ മുത്തശ്ശൻ കൊടുത്ത ഗുളികയിലൊന്ന് കഴിച്ചായിരുന്നേ, ചിലപ്പോൾ പഴയ ഓർമ്മകളൊക്കെ പൊങ്ങി വന്നതായിരിക്കാം. അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. കാരണം ഗുളിക കഴിച്ചതും ഇദ്ദേഹം അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങുന്ന സമയത്ത് കണ്ടൊരു സ്വപ്നമായിക്കൂടെ. തിരികെ എത്തിയ ഡോക്ടർ ഇദ്ദേഹത്തിന്റെ ക്യാൻസർ എവിടെ വരെ വളർന്നു, എത്രയും വലുതായി എന്നുള്ളതിന്റെ സ്കാൻ റിപ്പോർട്ടൊക്കെ കൂടെയുള്ള ഡോക്ടറെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയ്യോ സാർ, ഇത് ഇത്രയും വലുതായല്ലോ, ഇത് ആരുടെയാണ് സാർ? തനിക്കാണ് ക്യാൻസർ ഇത്രയും വലിയ രീതിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇദ്ദേഹം അവളോട് പറയുന്നില്ല. ഒരു ഫ്രണ്ടിന്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം നേരത്തെ കഴിച്ച ആ ഗുളിക ഉണ്ടല്ലോ, അപ്പൂപ്പൻ കൊടുത്ത ഗുളിക, അതിലൊരെണ്ണം ഇവർക്ക് കൊടുത്തിട്ട് ഇത് വിശദമായിട്ട് ചെക്ക് ചെയ്ത് വെച്ചേക്ക്, എനിക്ക് പുറത്തു പോകാനുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. നേരെ ഹാനിന്റെ ഫ്രണ്ട് തേഹോയെ കാണാനാണ് വരുന്നത്. വളരെ ചെറിയ പ്രായം മുതലുള്ള നൻപൻസ് ആണ് ഇവരെ. ഇപ്പോൾ ആ അപ്പൂപ്പൻ കൊടുത്ത ഗുളിയെ പറ്റിയും അതിനുശേഷം ഇദ്ദേഹത്തിന് കാണാൻ പറ്റിയ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ, ആ കൊള്ളാടാ, നീ നല്ല ഡോക്ടറാണ്, അയാൾ വേറെ വല്ല സാധനമാണ് തന്നിരുന്നെങ്കിലോ, എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിലോ, കണ്ണി കണ്ടതൊക്കെ എടുത്ത് കഴിച്ച് ആവശ്യമില്ലാത്തതൊക്കെ കണ്ടിട്ട് ഹാലൂസിനേഷൻ പോലും. അങ്ങനൊന്നും അല്ലടാ, ഇത് പക്കാ റിയൽ. ഞാൻ ആ വേൾഡിലെത്തി, അവനെ ഞാൻ ടച്ച് ചെയ്തു. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവളെ, യോനെ ഒന്നുകൂടെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അവളെ മാത്രം കാണാൻ പറ്റിയില്ല. ഇത് നിർത്തൂ, ഇത് പറഞ്ഞു എവിടെ പോവാണ്? കിടക്കുന്നതിന് മുമ്പ് കാളീന്ദ്ര അമ്മച്ചിയെ പ്രാർത്ഥിച്ച് കിടന്നില്ല, ഇങ്ങനെയൊക്കെ പലതും കാണും. ഒരു സ്വപ്നവും അത് റിയലാണ്, മറ്റതാണ് മറിച്ചാണ്. പെൺപിള്ളേർ ബോൾ എടുത്തെറിയണ്. ഹായ് കുട്ടീസ്, നിങ്ങളവിടെ നിന്നാൽ മതി, ഞാൻ എടുത്തു തരാം എന്നും പറഞ്ഞ് ചെന്ന് ബോൾ എടുക്കുന്നത് 30 വർഷങ്ങൾക്ക് മുമ്പുള്ള തേഹോ ആണ്. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ആള് 30 വർഷത്തിന് ഇപ്പുറം കോഴി, പണ്ട് കാട്ടുകോഴി. അന്ന് പുള്ളിക്കാരനൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. യുവത്വം വല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പോലീസ് ജോലിയിൽ തന്നെ ഇങ്ങനെ അങ്ങ് തുറന്നു പോകാൻ ആഗ്രഹമില്ല. അധികം വൈകാതെ എക്സ്പോർട്ടിങ് തുടങ്ങും, കൃഷി തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ യങ് ഖാൻ ആവട്ടെ, കഴിഞ്ഞ ദിവസം ഇവന്റെ ഫ്യൂച്ചർ സെൽഫിനെ ആ ഒരു സ്റ്റേഷനിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇപ്പോഴും അറിയില്ല ഇത് അവന്റെ ഫ്യൂച്ചർ സെൽഫ് ആണെന്നുള്ള കാര്യം. എന്നാലും അയാൾക്കും ഇവന്റെ തന്നെ പേരായിരുന്നല്ലോ. എടാ, അതൊരു ഇൻട്രസ്റ്റിംഗ് ആളായിരുന്നു. ഏത് ഇൻട്രസ്റ്റിംഗ് ആളാ? കാണാൻ സുന്ദരിയായിരുന്നോ? ഡേയ്, പെണ്ണല്ല, ആണിന്റെ കാര്യമാണ് പറയുന്നേ. ഒരു പ്രായമായൊരു മനുഷ്യൻ. അയ്യേ, ഞാൻ കരുതി വല്ല സുന്ദരി പെണ്ണായിരിക്കുമെന്ന്. ഏതോ ആണിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നേക്കുക. പോയെ പറയുന്ന ഫുള്ള് കേൾക്കടാ. അയാൾ ബാത്റൂമിൽ കയറിയിട്ട് പിന്നെ അയാൾ അപ്രത്യക്ഷമായി പോയി. തുറന്നു നോക്കിയപ്പോൾ ആളെ കാണാനില്ല. അതിന് തേഹോയുടെ മറുപടി, എന്നാ മോനെ നീ ഉറപ്പിച്ചോ അതെന്തോ മന്ത്രവാദിയാണ്, ഇനി അയാളുടെ മുന്നിൽ ചെന്ന് പെടാതെ നോക്കിക്കോ. നല്ല ചിക്ക് വല്ലായിരുന്നു, നമുക്ക് സെറ്റാക്കായിരുന്നു. അവളെ കണ്ടില്ലേ, ഒന്ന് ഡാൻസ് കളിക്കുന്നോള് കുറെ നേരമായിട്ട് എന്നെ തന്നെ നോക്കുന്നുണ്ട്, ഒന്ന് മുട്ടി നോക്കാം. സാറിന് ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. എക്സ്പോർട്ടിങ്ങിൽ ബുദ്ധിമുട്ട് വന്നാലും ഇതിലൊരു ബുദ്ധിമുട്ടും വരത്തില്ലല്ലോ. പൊക്കോ പോയി മുട്ടിക്കോ എന്ന മട്ടിൽ നമ്മുടെ ഹീറോ തിരിച്ച് വീട്ടിൽ പോകും. അവിടെ നമ്മുടെ ഹീറോയിനെത്തി ഒരു ബോക്സ് ഇവന്റെ കയ്യിൽ കൊടുക്കുവാണ്. അതിനകത്തൊരു കൊച്ചു നായ്ക്കുട്ടിയാണ്. ഇവരുടെ അക്വേറിയത്തിലെ ഏതോ കൊച്ചു കുട്ടികൾ കൊണ്ട് വിട്ടിട്ട് പോയതാണെന്ന്. മൃഗങ്ങളും മനുഷ്യരെ പോലെ തന്നെ എല്ലാം അവർക്കും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇവനെ നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇവനെ ഏൽപ്പിച്ചിട്ട് അവൾ പെട്ടെന്ന് തിരിച്ചു പോയി. ഡോഗിനെ കൊണ്ടുവന്ന ബോക്സ് പൊട്ടറ്റോസിന്റെ ബോക്സ് ആണ്. അപ്പോൾ അത് കണ്ടിട്ട് ഇവനും ഡോഗിനെ പൊട്ടറ്റോ എന്ന് പേര് വെച്ചു. അതിനെയും കളിപ്പിച്ച് വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവന്റെ ഫ്യൂച്ചർ സെൽഫ് നമ്മുടെ 2015 ഹാൻ ഇവിടെ എത്തിയിരിക്കുന്നു. എടോ മനുഷ്യൻ, നിങ്ങളെ ഞാൻ ആ സ്റ്റേഷനിൽ വെച്ച് കണ്ടല്ലേ, ഇതെങ്ങനെ ഇവിടെ വന്നു? എന്റെ വീടിനകത്ത് എങ്ങനെ കയറി? ഇത് എന്തുവാടാ ഇത്? വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചൂടെ? സാധനങ്ങളൊക്കെ കൊണ്ട് ഇട്ടേക്കുന്ന കണ്ടില്ലേ? ഹലോ, ഇത് എന്റെ വീടല്ലേ? ഡോ അതിലൊന്നും തുടരുത്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ. എടാ മോനെ, നിനക്ക് ഇത്രയായിട്ടും എന്നെ മനസ്സിലായില്ലല്ലേ? അതായത് നീ തന്നെയാണ് ഞാൻ. ഇത് വിശ്വസിക്കാൻ എനിക്കും ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും അധികം ഞാൻ ഉണ്ടാവത്തില്ല, അതുകൊണ്ട് ചുമ്മാ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിയതാ. കണ്ടില്ലേ, ഇവിടെ എത്തി. യങ്ങർ വേർഷൻ ഇതും വിശ്വസിക്കാതെ നിൽക്കുമ്പോൾ ഇയാളുടെ ID എടുത്ത് അവനെ കാണിച്ചു കൊടുത്തു. ഇത് എന്റെ ID 2008 ഇഷ്യൂ ആയെന്നൊക്കെ എഴുതിയേക്കുന്നു. സാർ, നിങ്ങൾ ആരാണ്? ഇത് എന്ത് തരത്തിലുള്ള തമാശയാ? ഉടനെ ഫ്യൂച്ചറിൽ നിന്ന് വന്ന ഹാൻ, പൊട്ടറ്റോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എത്ര നാളായി എന്റെ പൊട്ടറ്റോനെ കണ്ടിട്ട്. ഹലോ മിസ്റ്റർ, ഇതിന്റെ പേര് പൊട്ടറ്റോ. ഞാൻ ഇപ്പൊ പേര് വെച്ചില്ലുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞില്ലേ, ഇവന് പേര് വെച്ചത് ഞാൻ തന്നെയാണ്. അതെ, നീ തന്നെയാണ്, അത് ഞാനാണ്. നിനക്കെന്നെ വിശ്വാസമായില്ല? ഇത് നോക്ക്, ഈ മാർക്ക് നിനക്കുണ്ട്. ഇതൊന്നും നീ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. നമ്മുടെ അച്ഛൻ ഡെയിലി കുടിച്ചിട്ട് വന്ന് നമ്മളെ തല്ലുമായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം എല്ലാം മറക്കാനും ആ പേടിയൊക്കെ അതിജീവിക്കാനല്ലേ ബൂസാനിലേക്ക് മാറിയത്. പിന്നെ യോന എവിടെയാ? എനിക്ക് അവളെ ഒന്നുകൂടെ കാണണം. നന്നായിരിക്കണം. പാതിരാത്രി ഒരുത്തം വീട്ടിൽ കയറി വന്നിട്ട് ഇവന്റെ കാമുകിയെ കാണണം എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുവോ? ചെറിയ ഹാനിന് ദേഷ്യം വന്നു. അപ്പോൾ തന്നെ വലിയ ഹാനിന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. അദ്ദേഹം ഓടി പുറത്തേക്ക് ഇറങ്ങി. ചെറിയ വേർഷനും പിന്നാലെ ചെല്ലുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും നമ്മുടെ ഹാൻ 2015 ഹാൻ അവിടുന്ന് അപ്രത്യക്ഷമായി പോയിരുന്നു. നീ ആരാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ യോനയുടെ കാര്യത്തിൽ തലയിടണ്ട എന്നൊക്കെ ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞ് നേരെ തേഹോയുടെ വീട്ടിൽ ചെല്ലുവാണ്. എടാ, എന്താ സംഭവിച്ചെന്ന് കേട്ടാ നീ വിശ്വസിക്കത്തില്ല. അതിന് തേഹോ, നീ ഇപ്പൊ ഇങ്ങോട്ട് തള്ളിക്കയറി വന്നതുപോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്നിറങ്ങി പോടാ പ്ലീസ്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്നും പറഞ്ഞ് തലയൊന്ന് ചരിച്ച് റൂമിനകത്തേക്ക് നോക്കിയപ്പോൾ നേരത്തെ ബീച്ചിൽ കണ്ട പെണ്ണ് തേഹോയുടെ കൂടെ ഇവിടെ ഉണ്ടേ. ഇറങ്ങിപ്പോടാ, ഞാനൊന്നും തുടങ്ങി പോലുമില്ല. ബേബി, ഒന്നുമില്ല, പേടിക്കണ്ട. ഇതെന്റെ ഒരു ഫ്രണ്ട് ഡോക്ടറാണ്, പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ പേഷ്യന്റ് ആവും. തേഹോ വലിയ പ്ലാൻസിലായിരുന്നു. പക്ഷെ ഇവൻ ഇടയ്ക്ക് കയറി ചെന്ന് അവനെ നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തി വന്നു. അയാൾ വീണ്ടും അപ്രത്യക്ഷമായി പോയി. 2008 ഇഷ്യൂ ചെയ്ത ID, അതും എന്റെ സ്വന്തം പേരടിച്ച ID ഒക്കെ അയാളുടെ കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹാൻ, ഒരു മിനിറ്റ് ഒന്ന് സമാധാനപ്പെട്. നീ ഇത് വല്ല സ്വപ്നം കണ്ടതാണോ?
ഇവിടെ 2015 ഈ മുതിർന്ന ഹാൻ ആണെങ്കിൽ ആ വേൾഡിൽ ആ ടൈം ലൈനിൽ ഇവൻ എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണ്. ഏകദേശം 20 മിനിറ്റാണ് ഇദ്ദേഹത്തിന് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു. ബ്ലഡ് വന്നാൽ ഇദ്ദേഹത്തിന്റെ ലോകത്തേക്ക് തിരിച്ചു വരും. അതായത് ഇദ്ദേഹം ഓരോ തവണ അപ്പൂപ്പൻ പില്ല് യൂസ് ചെയ്യുമ്പോഴും ഇദ്ദേഹത്തിന് ഒരു 20 മിനിറ്റ് ആ ലോകത്ത് കിട്ടും. ആ സമയത്തിനുള്ളിൽ ഇദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറണം, ഇദ്ദേഹത്തിന് യൂനയെ കാണാൻ പറ്റണം. ശേഷം അടുത്ത ദിവസം നമ്മുടെ ഡോക്ടറെ, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറെ വിളിച്ചിട്ട്, ഡോക്ടറെ നിങ്ങൾ അന്ന് തന്ന ഗുളികയില്ലേ, അത് ഞാൻ വിശദമായിട്ട് ചെക്ക് ചെയ്തു, അതിൽ കുറച്ച് പ്ലാൻസിന്റെ എന്തൊക്കെയോ കോമ്പിനേഷൻസ് മാത്രമാണല്ല, അത് വേറൊന്നുമില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒന്ന്, ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയേ? അത് പിന്നെ ഇല്ല കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം, താങ്ക് യു. ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ പ്രശ്നമില്ലേ, ഒരു അപ്പൂപ്പൻ തന്നതാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ 30 വർഷം പുറകിലേക്ക് 20 മിനിറ്റ് നേരത്തേക്ക് പോയിട്ട് വരാൻ പറ്റുമെന്നൊക്കെ. അങ്ങനെ 1985 കൊച്ചു ഹാൻ ഇന്നലെ വലിയ ഹാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ടച്ച് ചെയ്ത സാധനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ തേഹോയ്ക്ക് കൊടുത്തിട്ട് അതിലെ ഫിംഗർ പ്രിന്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ സെൽഫ് യോനയുടെ പേരൊക്കെ പറഞ്ഞപ്പോൾ ഇവനങ്ങ് പേടിയായി. അതുകൊണ്ട് അവളെ വിളിച്ച് വാൺ ചെയ്യുന്നുണ്ട്. ഏതൊരു മനുഷ്യനാണെങ്കിലും തന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പേടിയാവും. ഒരു കാര്യവും ഇല്ലെങ്കിലും മന്ത്രവും തന്ത്രവും ചാത്തനും മാത്തനും ഒക്കെ ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. എന്നാൽ ലോജിക്കിന് അപ്പുറത്തുള്ളൊരു കാര്യം സ്വന്തം ലൈഫിൽ സംഭവിക്കുമ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും പാനിക്കാവും. തേഹോ ഫിംഗർ പ്രിന്റ് എല്ലാം ചെക്ക് ചെയ്തു വന്നപ്പോൾ നമ്മുടെ ഹാനിന്റെ അല്ലാതെ മറ്റാരുടെയും ഫിംഗർ പ്രിന്റ് അതിൽ നിന്ന് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇവൻ എന്തെങ്കിലും പറ്റിയതാണോ, ഇവൻ ഹാലുസിനേറ്റ് ചെയ്യപ്പെടുന്നതാണോ, ആകെ അങ്ങ് സംശയത്തിലായി. അങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുമ്പോൾ തൊട്ടു മുന്നിലൂടെ ശരീരമൊക്കെ ടാറ്റു ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ഗ്യാങ്സ്റ്റർ നടന്നു പോകും. അത് കണ്ടതും ഹാനിനൊരു ഐഡിയ, അവന്റെ കയ്യിൽ തിരിച്ചു വരൂ എന്ന് ടാറ്റു ചെയ്തു വെച്ചു. പാസ്റ്റിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായാൽ തീർച്ചയായും അത് ഫ്യൂച്ചറിൽ റിഫ്ലക്ട് ചെയ്യും. 2015 നമ്മുടെ ഹീറോ ഇത് കണ്ടപ്പോൾ സ്വന്തം ബുദ്ധി ഓർത്ത് അദ്ദേഹത്തിന് അഭിമാനം തോന്നിപ്പോയി. ചെറിയ ഞാൻ കൊള്ളാലോ, ബുദ്ധിമാനാണ്. വീണ്ടും പില്ല് കഴിച്ച് പാസ്റ്റിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മകള് വിളിച്ചു. ഇപ്പോൾ ഒരു 20 മിനിറ്റ് എടുത്ത് പാസ്റ്റിലേക്ക് പോയാൽ കൊച്ചിനെ പിക്ക് ചെയ്യാൻ പിന്നെയും താമസിക്കും. അതുകൊണ്ട് നേരെ വണ്ടി എടുത്ത് കൊച്ചിനെ പിക്ക് ചെയ്യാൻ പോവാണ്. ഇതുവരെയും സ്വന്തം മകളോട് പോലും അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ബാക്കി എല്ലാ തിരക്കും മാറ്റിവെച്ച് അവൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. എന്തായാലും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവസാന മൊമെന്റ്സ് ഹാപ്പിയായി തന്റെ മകളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ അദ്ദേഹം അതിയായി ആഗ്രഹിക്കുന്നു. 1985 ഹാൻ യോനയെ ഒഫീഷ്യലി പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അവളുടെ അടുത്ത് ചെന്ന് നീ ഇല്ലാതെ എന്റെ ജീവിതം പൂർണ്ണമാവില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് അടിച്ച് ചെറിയൊരു പാട്ടൊക്കെ പാടി അവൾ ആഗ്രഹിച്ച പോലെ കുട്ടിയൊക്കെ ആകാമെന്ന് സമ്മതിക്കുന്നുണ്ട്. 2015 ഹാൻ അദ്ദേഹത്തിന്റെ മകളോട് അദ്ദേഹത്തിന്റെ രോഗവിവരം മറച്ചു വെച്ചെങ്കിലും അവൾ അത് കണ്ടുപിടിച്ചു. അദ്ദേഹം ഇനി അധിക നാൾ ഉണ്ടാവില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയെങ്കിലും പുള്ളിക്കാരി അതേപ്പറ്റി ചോദിക്കാനോ ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ച് അച്ഛനെ വിഷമിപ്പിക്കാനോ പോയില്ല. എല്ലാം മകൾ മനസ്സിലാക്കിയെന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ, മോളെ നീ ഒരു കാര്യം ചെയ്യ്, ഇനി അമ്മയുടെ കൂടെ US പോയി നിന്നോ, അവിടെ നിന്ന് പഠിക്കാമല്ലോ നിനക്ക്, അതായിരിക്കും മോൾക്ക് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ പറയുന്നതെന്ന് വ്യക്തമായി മനസ്സിലായെങ്കിലും ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കാനും അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാനും പുള്ളിക്കാരി അത് തമാശ രൂപേണ എടുത്തു. സോ അണ്ടർസ്റ്റാൻഡിങ്. ഇങ്ങനെ ഒരു മകളെ കിട്ടാൻ അദ്ദേഹം പുണ്യം ചെയ്യണമെന്ന് നമുക്ക് തോന്നിപ്പോവും. രാത്രി അദ്ദേഹം അറിയാതെ ആ ഒരു വിഷമത്തിൽ പുറത്തു പോയിരുന്ന് കരയൊക്കെ ചെയ്യും. മോളെ അച്ഛന് നന്നായിട്ട് അറിയാലോ, കൊച്ചിങ്ങനെ കാണിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ആ മഴയത്ത് പുറകെ ചെന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ, ജീവിതം അങ്ങനെയാണല്ലോ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയല്ല കാര്യങ്ങളൊക്കെ. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതേ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. ശേഷം നമ്മുടെ ഹാൻ വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് 1985 മറൈൻ പാർക്കിലെത്തി. യങ്ങർ ഹാനും ഇദ്ദേഹവും ഇരുവരും ഒരുമിച്ചിരുന്ന് യോനയുടെ പ്രോഗ്രാം ഒക്കെ കാണുന്നു. ഭാവി എന്ന് വന്ന ഇദ്ദേഹത്തോട് യോന നല്ലൊരു വൈഫായിരിക്കുമോ, എന്തായിരിക്കും ഞങ്ങളുടെ ഭാവി, ഹാപ്പി ആയിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാവി അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ മറുപടി. അതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ, എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? കുറേ സമയം പുള്ളിക്കാരൻ യോനയെ അങ്ങനെ നോക്കി നിന്നു. ശേഷം യങ് ഹാനോട് സത്യം തുറന്നു പറഞ്ഞു. അതായത് യോന ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല, മുന്നോട്ടുള്ള ജീവിതത്തിൽ അവളല്ലായിരുന്നു ഇദ്ദേഹത്തിന്റെ പങ്കാളിയെന്ന്. കാരണം അധികം താമസിയാതെ യോന മരണപ്പെടുമെന്ന്. എങ്ങനെ മരണപ്പെടുമെന്ന് വ്യക്തമാക്കുന്നതിന് മുമ്പ് തന്നെ സമയം തീർന്നു. അദ്ദേഹം തിരികെ പോയി. അന്ന് കംബോഡിയയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ എന്ന് ആ മുത്തശ്ശൻ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് യോനയെ കാണണം, ഒരാളെ വീണ്ടും കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ലേ? താൻ അത്രയേറെ സ്നേഹിച്ചിരുന്ന അവളെ കഴിഞ്ഞ 30 വർഷമായിട്ട് ഇദ്ദേഹം ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഇവളുടെ മരണശേഷം വേറൊരു സ്ത്രീയെ വിവാഹം ചെയ്തു, അതിലൊരു കുട്ടിയുണ്ടായി. ശരിയാണ്, തന്റെ മകൾക്കൊപ്പം ഇദ്ദേഹം ഹാപ്പിയാണ്. ഇക്കഴിഞ്ഞ ഈ കാലയളവിലൊക്കെ ഇദ്ദേഹം ഏറ്റവും അധികം മിസ് ചെയ്തത് യോനയെ തന്നെയാണ്. ആൻഡ് ഫൈനലി ഹാന്റെ ആഗ്രഹവും സാധിച്ചു. ഒരിക്കൽ കൂടി താൻ കഴിഞ്ഞ 30 വർഷമായിട്ട് മിസ് ചെയ്യുന്ന യോനയെ കാണാൻ പറ്റിയല്ലോ. നമ്മുടെ ഹാൻ ഇതുകൊണ്ട് ഹാപ്പി ആണെങ്കിലും യങ്ങർ ഹാന്റെ അവസ്ഥ അതല്ല. തന്റെ കൂടെയുള്ള താൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന യോന മരിച്ചു പോകുന്നുള്ള ആശങ്കയിലായി അവൻ. അതുകൊണ്ട് ഇവന്റെ സുഹൃത്തിന്റെ സഹായത്തോടെ ഫ്യൂച്ചറിലുള്ള നമ്മുടെ ഹീറോയ്ക്ക് കത്തെഴുതുവാണ്. വർഷങ്ങൾക്ക് മുമ്പേ ഒരു കത്തെഴുതി ആൽബത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് നേരത്തെ ടാറ്റു അടിച്ച് ഇദ്ദേഹത്തിന് സിഗ്നൽ കൊടുത്ത പോലെ ഇത്തവണ കാസറ്റിൽ എഴുതി സിഗ്നൽ കൊടുത്തു. മര്യാദയ്ക്ക് തിരിച്ച് പാസ്റ്റിലേക്ക് ചെന്നു, ഇല്ലെങ്കിൽ ഞാൻ എന്റെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ലൈഫും സ്പോയിൽ ആകുമെന്ന്. അവൻ അവിടെ എന്തൊക്കെ ചേഞ്ച് വരുത്തിയാലും അത് ഇദ്ദേഹത്തിന്റെ ലൈഫിനെ അഫക്ട് ചെയ്യും. സോ വേറെ വഴിയില്ലാതെ ഇദ്ദേഹവും തിരിച്ചുപോയി. പാസ്റ്റിൽ ചേഞ്ച് വരുത്തുന്നത് ഫ്യൂച്ചറിനെ മാറ്റിമറിക്കുന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ തീരുമാനിച്ചാൽ യൂനയെ രക്ഷപ്പെടുത്താൻ പറ്റും. എങ്ങനെയാണ് അവൾ മരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കൊടുക്കാനാണ് അവൻ ആവശ്യപ്പെടുന്നത്. ഇദ്ദേഹത്തിനും പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്, യൂനയെ രക്ഷിക്കണമെന്നുണ്ട്. എന്നാൽ അതിൽ വലിയൊരു പ്രശ്നമുണ്ടല്ലോ. ഇവർ ഈ ഒരു ടൈം ലൈനിൽ യൂനയെ രക്ഷിച്ചാൽ ഇവൻ യൂനയെ വിവാഹം കഴിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ കൂടെയുള്ള മകളെ അദ്ദേഹത്തിന് നഷ്ടപ്പെടും. യഥാർത്ഥ ടൈം ലൈനിൽ യൂന മരിച്ചത്
സ്നേഹിച്ചതുകൊണ്ടാണല്ലോ അദ്ദേഹം മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തതും അദ്ദേഹത്തിന് മകളുണ്ടായതും. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൾക്കൊപ്പം ജീവിക്കുന്നു. തന്നെ ഇത്രയേറെ മനസ്സിലാക്കുന്നത് തന്റെ മകളെ വിട്ടുകൊടുക്കാൻ ഇദ്ദേഹം തയ്യാറാവില്ല. എന്നാൽ പാസ്റ്റ് വേർഷനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രധാനം അവൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അവന്റെ കാമുകിയാണ്. യൂന ജീവനോടെ ഉണ്ടാവണമെന്ന് അവൻ ഭയങ്കര വാശി പിടിച്ചു പറയുന്നു. അഥവാ ഇദ്ദേഹം അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ യൂന മരിച്ചു കഴിഞ്ഞാലും അവൻ വേറെ വിവാഹം ചെയ്യില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഫ്യൂച്ചർ സെൽഫായിട്ടുള്ള ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകളെ നഷ്ടപ്പെടുമെന്ന് പറയാണ്. ഇരുവരും തമ്മിൽ തർക്കമായെങ്കിലും രണ്ടാളും ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട്. 1985 യൂനയെ രക്ഷപ്പെടുത്താൻ 2015 നിന്ന് പോയ ഹീറോ ഹെൽപ്പ് ചെയ്യാം. എന്നാൽ അവളുടെ ജീവൻ രക്ഷിക്കുന്നതിന് പകരമായി അവളെ ഉപേക്ഷിക്കണം. അവളെ വിവാഹം ചെയ്യരുത്. പകരം 2015 ഇദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ പോകുന്ന ആ പെണ്ണിനെ വേണം വിവാഹം ചെയ്യാൻ. എങ്കിൽ മാത്രമേ 2015 ഇദ്ദേഹത്തിന്റെ കൂടെ ഇദ്ദേഹത്തിന്റെ മകൾ ഉണ്ടാവുള്ളൂ എന്ന്. രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ വിട്ടുകൊടുക്കൽ ഉണ്ടായെങ്കിൽ മാത്രമല്ലേ ജീവിതം നന്നായിരിക്കൂ. സോ യൂനയെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അവൾ മരിക്കാതിരിക്കാൻ വേണ്ടി യങ്ങർ ഹീറോയും ഇതിന് തയ്യാറാവുന്നു. ഒരുപാട് വിഷമമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം ഇതല്ലാതെ വേറെ വഴിയില്ല. അന്ന് എങ്ങനെയാണ് യൂന മരണപ്പെട്ടതെന്നാൽ നമ്മുടെ ഹീറോയിനും ഒരു വെക്കേഷനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ആ ഒരു ടൈമിൽ ഹാനിന്റെ അച്ഛനും ഹോസ്പിറ്റലിലായിരുന്നു. പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരാൾ. നിരന്തരം അങ്ങേരുടെ ഭാര്യയെ ഉപദ്രവിക്കുമായിരുന്നു, സ്വന്തം മകനെ ഉപദ്രവിക്കുമായിരുന്നു, സംശയരോഗിയാണ്. കുട്ടി ഹാനിന്റെ മുന്നിൽ വെച്ച് പോലും അവന്റെ അമ്മയെ അധിക്ഷേപിച്ച് സംസാരിക്കും. അവൾക്ക് മറ്റു പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. 1985 ആ ഒരു ടൈമിൽ ഇവന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും, അത്രയും വയ്യാത്ത അവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും അങ്ങേര് പറയുന്നത് ഹാനിന്റെ അമ്മ ഒരു മോശം സ്ത്രീയായിരുന്നു, അവൾക്ക് മറ്റു പലരുമായിട്ട് ബന്ധമുണ്ട്, അവൾ ചത്തില്ലായിരുന്നെങ്കിൽ അവളെ കൊന്നുകളഞ്ഞെന്നൊക്കെ. ഇങ്ങനെ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുമ്പോൾ പോലും മരണപ്പെട്ട സ്വന്തം ഭാര്യയെ പറ്റി അയാൾ ഇങ്ങനെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുക. ഹാനിനത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ആ ടൈമിൽ യൂനയുടെ കൂടെ വെക്കേഷന് പോകാൻ പ്ലാൻ ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ മനസ്സ് മടുത്തു. അച്ഛന്റെ ഈ പെരുമാറ്റമൊക്കെ കാരണം ആ ഒരു പ്ലാൻ ചെയ്തിരുന്ന വെക്കേഷൻ വേണ്ട, താൻ പോകുന്നില്ല എന്ന് അവൻ തീരുമാനിക്കുവാണ്. അതുകൊണ്ട് എന്ത് പറ്റി, യൂനയ്ക്കും ആകെ വിഷമമായി. പുള്ളിക്കാരിയും എങ്ങും പോകുന്നില്ല, വർക്കിൽ തന്നെ തുടർന്നു. ആ ടൈമിൽ തന്നെയാണ് അവിടെ ഒരു ഡോൾഫിൻ ഭയങ്കര അബ്നോർമലായിട്ട് പെരുമാറുന്നത്. സാധാരണയായി യൂന പറയുന്നതൊക്കെ കേൾക്കുന്ന, അവൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമായിരുന്ന ഒരു ഡോൾഫിന്റെ സ്വഭാവത്തിലെ പെട്ടെന്നുണ്ടായ ചേഞ്ച് കാരണം അവൾ എന്താണ് പറ്റിയതെന്ന് നോക്കാൻ വെള്ളത്തിലിറങ്ങിയതാണ്. ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കവേ നഷ്ടപ്പെട്ടത് അവളുടെ ജീവനാണ്. അങ്ങനെയാണ് യൂന മരിക്കുന്നത്. അന്ന് സംഭവിച്ച ഇക്കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ച് യൂനയെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അന്ന് നമ്മുടെ ഹീറോ ട്രിപ്പിന് പോകണ്ട എന്ന് തീരുമാനിച്ചത് ഇന്ന് മാറ്റിമറിക്കണം. യൂനയെ വിളിച്ച് വെക്കേഷൻ പ്ലാൻസ് എല്ലാം ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞതെല്ലാം മാറ്റിമറിച്ച് എത്രയും വേഗം അവിടുന്ന് യൂനയെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വരുത്തിയാൽ മതി, അവൾ സേഫ് ആയിരിക്കും. യൂനയെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തിയെങ്കിലും ടൈം ട്രാവൽ ചെയ്തു വന്ന നമ്മുടെ ഹീറോയ്ക്ക് വാക്ക് കൊടുത്ത പോലെ ഇവിടെ വെച്ച് തന്നെ അവളെ ബ്രേക്കപ്പ് ചെയ്യുവാണ്. സില്ലി കാരണങ്ങൾ പറഞ്ഞ് തന്നെ ഒഴിവാക്കിയപ്പോൾ അവൾക്കും ഒരുപാട് വിഷമമായി. അന്ന് തന്നെയായിരുന്നു ഹാനിന്റെ അച്ഛനും മരിക്കുന്നത്. ഇതിനെയൊക്കെ തുടർന്ന് യങ് ഹാൻ വലിയ ഗിൽറ്റായി. അവനും അവന്റെ അച്ഛനെ പോലെ ഒരു മോശപ്പെട്ട മനുഷ്യനായി. ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഇങ്ങനെ ഒരു കാരണത്തിന്റെ പേരിൽ ഉപേക്ഷിച്ചല്ലോ, അതും എല്ലാ തരത്തിലും യൂസ് ചെയ്തിട്ട് ഉപേക്ഷിച്ചല്ലോ എന്നുള്ള ആ ഒരു ഗിൽറ്റ് ഉണ്ടല്ലോ, ലിറ്ററലി ജനിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകുന്ന മൊമെന്റ്. ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ ടൈം ട്രാവൽ ചെയ്ത് ചെന്ന് നമ്മുടെ ഹീറോയുടെ അടുത്ത് അവൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇവർക്കിപ്പോൾ ആശ്വസിക്കാൻ പറ്റുക. യൂന ഇപ്പം ജീവനോടെ ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ഇവർക്ക് അവളെ രക്ഷിക്കാൻ പറ്റിയല്ലോ. എന്തൊക്കെയാണെങ്കിലും അവൾ തന്റെ ലൈഫിലില്ല, താനൊരു മോശക്കാരനായി എന്നൊക്കെയുള്ള ഗിൽറ്റ്. അതിനിടയിൽ ടേഹോ കയറി വന്നു. ടേഹോയോടും ഭയങ്കര മോശമായിട്ടാണ് ഇവൻ സംസാരിച്ചത്. എല്ലാം ഇങ്ങനെയൊക്കെ മാറ്റിമറിച്ച് 2015 തിരിച്ചു വന്ന നമ്മുടെ ഹീറോ ആവട്ടെ, ടൈം ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഗുളിക ഉണ്ടല്ലോ, അത് മുഴുവൻ എടുത്ത് ഡ്രോയറിനകത്ത് വെച്ച് അത് ലോക്ക് ചെയ്തിട്ട് താക്കോല് വലിച്ചെറിഞ്ഞു. ഇനി ഒരിക്കൽ കൂടി ട്രാവൽ ചെയ്യേണ്ടി വരരുത്, ഇത്ര കൊണ്ട് തന്നെ മതിയായി. എല്ലാത്തിനും ശേഷം അടുത്ത ദിവസം ഇവന്റെ ഉറ്റ സുഹൃത്ത് ടേഹോയെ കാണാൻ അവന്റെ അടുത്ത് ചെന്നപ്പോഴോ, നീ എന്താ ഇവിടെ, 30 വർഷമായി, ഒന്നും ഞാൻ മറന്നിട്ടില്ല, എന്നോടും യോനയോടും നീ ചെയ്തതൊന്നും മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവന്റെ സുഹൃത്ത് ദേഷ്യപ്പെട്ട് മാറിപ്പോകുന്നു. ഹീറോയ്ക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. എന്താ ടേഹോ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? കഴിഞ്ഞ ദിവസം പോലും ബീച്ചിലിരുന്ന് ഇവനോട് നല്ല രീതിയിൽ സംസാരിച്ചതല്ലേ, ഇപ്പൊ പറയുന്നു 30 വർഷമായിട്ട് ഇവർ രണ്ടാളും മീറ്റ് ചെയ്തിട്ടില്ല, വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പിണക്കം പോലെയൊക്കെ സംസാരിക്കുന്നു. കാരണം ഊഹിക്കാലോ, 1985 പാസ്റ്റിലുള്ള ആ ഹീറോ അവിടെ എന്തൊക്കെയോ ചേഞ്ചസ് വരുത്തി. അതെന്താണെന്നാൽ അന്ന് നമ്മുടെ യൂനയോട് ബ്രേക്കപ്പ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇവൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇവനെ സർപ്രൈസ് ചെയ്യാനായിട്ട് പുള്ളിക്കാരി അവിടെ ഒരു ജേണൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. അതിലെ ഓരോ പേജസും ഹാനെ അവൾ എത്രമാത്രം മനസ്സിലാക്കിയിരുന്നു, എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. അതെടുത്ത് നോക്കി ഹാനിന് ഭയങ്കര ഉൾക്കുത്ത്. അവനെ കൊണ്ട് സഹിക്കാനായില്ല. താൻ എന്താ ഈ ചെയ്തിട്ട് വന്നത്? വല്ലാത്ത റിഗ്രറ്റ് കാരണം അവന്റെ തീരുമാനം മാറ്റി. ഇനിയിപ്പോൾ തന്റെ ഫ്യൂച്ചർ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, യോനയെ വിട്ടുകളയാൻ പാടില്ല. അവളെ ഉപേക്ഷിച്ചിട്ട് ലൈഫ് വേണ്ട എന്ന് തീരുമാനിച്ച് വീണ്ടും അവളെ തേടിപ്പോയി. പ്രായമായ നമ്മുടെ ഹീറോ തിരുത്താൻ ശ്രമിച്ച പാസ് തന്നെ മുഴുവൻ മാറി മറിഞ്ഞു. ഇവിടെ 2015 ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മകളെ പോലും ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടെന്നേ. എന്ത് കാരണത്താലാണോ താൻ അത്രയധികം സ്നേഹിച്ചിരുന്ന യൂനയെ ബ്രേക്കപ്പ് ചെയ്യാൻ പറഞ്ഞത്, അതെല്ലാം വെറുതെയായി. 1985 നമ്മുടെ ഹീറോ വീണ്ടും ഹീറോയിനെ അന്വേഷിച്ചിരുന്നു. ഒരു മഴയത്ത് വെച്ച് റോഡിലാണ് ഇവർ കണ്ടുമുട്ടുന്നത്. ആകെ വിഷമത്തിലായിരുന്ന അവൾ ഇവൻ തിരിച്ചു വന്നത് കണ്ട് ആ ഒരു സന്തോഷത്തിൽ ചുറ്റുപാടുള്ള ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടായി. ഇതിപ്പോ തേടി വന്നിട്ട് ഒരിക്കൽ മാറ്റി എഴുതിയ വിധി വീണ്ടും പഴയ പോലാക്കി കളഞ്ഞല്ലോ. ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരിക്കേണ്ട അവളെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് വാഹനം ഇടിക്കുമ്പോൾ മരിക്കുന്ന അവസ്ഥയിലാക്കി. ഇങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമാണ്. പാസ്റ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഫ്യൂച്ചറിലുള്ള നമ്മുടെ ഹീറോ മരുന്ന് വെച്ച ഡ്രോയർ കുത്തി
തുറന്ന് മരുന്നെടുത്ത് വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് ചെല്ലുവാണ്. യൂന ഹോസ്പിറ്റലിലാണ്. എന്നാൽ ഡോക്ടേഴ്സിനൊന്നും അവളെ രക്ഷിക്കാൻ സാധിച്ചില്ല. അധികം താമസിയാതെ അവൾ മരണപ്പെടും. ഇപ്പോൾ മരണത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. താൻ കാരണം വീണ്ടും ഇങ്ങനെയൊക്കെ പറ്റിപ്പോയല്ലോ എന്ന് കരുതി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന യങ് ഹീറോയുടെ അടുത്തില്ലെന്ന് നമ്മുടെ ഹീറോ എന്തായി കാണിച്ചു വെച്ചേക്കുന്നേ? ചെറുപ്പത്തിൽ ഞാൻ ഇത്ര പാഴായിരുന്നോ? വാ എണീക്ക്, സമയം കളയാനില്ല. ഇവളെ രക്ഷപ്പെടുത്താൻ ഇപ്പം സർജറി ചെയ്യണം. എന്ത് സർജറിയോ? ഇനി എങ്ങനെ ഇവളെ രക്ഷപ്പെടുത്താൻ പറ്റുക? എനിക്ക് പറ്റും, നീ എന്നെ അസിസ്റ്റ് ചെയ്താൽ മതി. ഇത് നിന്റെ ആദ്യത്തെ സർജറി അല്ലേ? ഇത് തന്നെയായിരിക്കും എൻ്റെ അവസാനത്തെ സർജറി. വാ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇവർ രണ്ടാളും കൂടെ ബാക്കി ഡോക്ടേഴ്സിന്റെ സഹായത്തോടെ സർജറി ചെയ്യുന്നു. ഇതിനിടെ ചീഫ് ഡോക്ടർ വന്ന് കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഓൾറെഡി മരിക്കുമെന്ന് ഉറപ്പായ ഒരു പേഷ്യന്റിനെ ഉമാരത് എന്ത് കാണിക്കാന്നൊക്കെ പറഞ്ഞ്. പിന്നെ ടൈം ട്രാവൽ ചെയ്തെന്ന് നമ്മുടെ ഹീറോയെ അവിടെ ആർക്കും അറിയില്ലല്ലോ. ഇയാൾ ആരാണ്, ഇയാൾ പറഞ്ഞ് എന്തിനാ കേൾക്കാൻ പോയെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ ചീഫ് ഡോക്ടർക്കൊന്നും അകത്ത് കയറാൻ പറ്റാത്ത വിധം വാതിൽ ലോക്ക് ചെയ്ത് ഇയാൾ സർജറി ചെയ്യുന്നു. ഒരിക്കൽ കൂടി യോനയെ രക്ഷപ്പെടുത്തുവാണ്. ഒരിക്കൽ കൂടി തന്റെ യങ്ങർ വേർഷൻ ഒരു അവസരം കൊടുക്കുവാണ്. ഇനിയെങ്കിലും മണ്ടത്തിലൊന്നും കാണിച്ചു കൂട്ടാതെ ഇദ്ദേഹം പറയുന്നത് കേൾക്ക്, യോനയെ വിട്ടേക്ക്. എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ചില സമയത്ത് അത് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനിയും ഒരു തവണ കൂടി ടൈം ലൈനിൽ കുഴപ്പം ഉണ്ടാക്കരുത്, അബദ്ധമൊന്നും കാണിക്കരുത്, പറയുന്നത് അനുസരിക്കാൻ പറഞ്ഞ് വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ആരെ വിവാഹം ചെയ്യണമെന്നുള്ള ഹിന്റ് വരെ കൊടുത്തിട്ട് ഇദ്ദേഹം തിരികെ പോകുന്നു. ശേഷം 2015 കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോയും അദ്ദേഹത്തിന്റെ മകളും കൊറിയയിലെ ഫസ്റ്റ് മറൈൻ ഫീമെയിൽ ട്രെയിനർ ഉള്ളിടത്തേക്ക് ചെല്ലുന്നുണ്ട്. അതാണ് നമ്മുടെ യൂന. ആളിപ്പോഴും ജീവനോടെ ഉണ്ട്. അന്നത്തെ പ്രശ്നത്തിൽ കാലിനൊരു ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഒത്തിയാണ് നടക്കുന്നത്. അവൾക്ക് ഹാനെ മനസ്സിലായില്ല. ഹാൻ ആവട്ടെ തന്റെ പാസ്റ്റ് ഒക്കെ ആലോചിച്ച് പുള്ളിക്കാരിയെ കുറച്ചു നേരം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതിനെഗെയിൻ ഇദ്ദേഹം ഒരിക്കൽ കൂടി ട്രാവൽ ചെയ്ത് തന്റെ പാസ്റ്റിനെ മീറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ലൈഫ് ഇങ്ങനെ ആയിരിക്കണം, ഇദ്ദേഹത്തിന്റെ മോളുടെ അമ്മയെ എവിടെ വെച്ചാണ് ഇദ്ദേഹം മീറ്റ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഹാൻ അദ്ദേഹത്തിന്റെ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു. യോനയുമായിട്ടുള്ള ബന്ധമൊക്കെ അവസാനിപ്പിച്ച ശേഷം ഏതാണ്ട് 9 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് പുതിയൊരു റിലേഷൻ ഉണ്ടായി. ആ റിലേഷനിൽ അദ്ദേഹത്തിന്റെ മകള് ജനിച്ചു. പിന്നെ അങ്ങോട്ട് മകളെ നോക്കി സന്തോഷമായി അങ്ങനെ ജീവിച്ചു വന്നു. 20 വർഷത്തിനിപ്പുറം പുകവലി കാരണം ക്യാൻസർ വന്ന് പെട്ടിരിക്കുമ്പോൾ അന്ന് ആ കിളവൻ എന്നെ കാണാൻ വന്നായിരുന്നു. എന്നിട്ട് അങ്ങേര് ഈ ക്യാൻസറിന്റെ കാര്യത്തിലുള്ള സൂചന പോലും തന്നില്ലല്ലോ എന്നും പറയുന്നുണ്ട്. സത്യമല്ലേ, അന്ന് എത്രയോ തവണ ഇങ്ങേരുടെ ഫ്യൂച്ചർ സെൽഫ് ഇങ്ങേരെ കാണാൻ വന്നു. ഒരു തവണ സിഗരറ്റ് വലിയൊക്കെ നിർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചു കാലം കൂടെ ജീവിക്കാമായിരുന്നു. ഏതായാലും നമ്മുടെ ഹീറോ ഹാൻ 2015 മരണപ്പെട്ടു. ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഏറ്റവും ഒടുക്കം ഇദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായിരുന്ന തേഹോയും വന്നു. 30 വർഷമായല്ലോ രണ്ടാളും തെറ്റിയിട്ട്. തേഹോയ്ക്ക് വേണ്ടി നമ്മുടെ ഹീറോ ഒരു ഡയറി എഴുതിയിരുന്നു. ഹാന്റെ മകൾ സുവ ആ ഡയറി തേഹോയ്ക്ക് കൊടുത്തു. അദ്ദേഹം അത് വായിച്ചു നോക്കിയപ്പോഴാവട്ടെ ഹാന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അതിൽ വിശദമായിട്ട് എഴുതിയിരിക്കുകയാണ്. അതായത് ആ ഒരു ഗുളികയെ പറ്റിയും ടൈം ട്രാവലിനെ പറ്റിയും ടൈം ലൈനിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ പറ്റിയും എന്തുകൊണ്ടാണ് അന്ന് യോനയെ ഉപേക്ഷിക്കേണ്ടി വന്നത് എന്നൊക്കെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള മാറ്റർ ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദമായി വ്യക്തമായി എഴുതിയിരിക്കുമ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? എല്ലാം മനസ്സിലാക്കിയ തേഹോ ഒട്ടും വൈകാതെ യോനയെ മീറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം അവളെയും ധരിപ്പിക്കുന്നുണ്ട്. അന്ന് ഹാൻ തന്നെ ഉപേക്ഷിക്കാനുള്ള റീസൺ ഇപ്പോഴാണ് അവൾക്കും മനസ്സിലാവുന്നത്. ഏതായാലും ഹാനിന്റെ കഥയെല്ലാം കേട്ട് നമ്മുടെ തേഹോ ഈ ടൈം ട്രാവൽ തിങ്കിലങ്ങ് ഒബ്സസ്ഡ് ആയി. അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് അവൻ എത്ര തവണ ടൈം ട്രാവൽ ചെയ്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഡ് 10 എണ്ണം ഉണ്ടായിരുന്നു. എന്നാൽ അവൻ 9 തവണ മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. അതിനർത്ഥം ഒരു മെഡ് ബാക്കിയുണ്ട് എന്ന് മനസ്സിലാക്കുവാണ്. ഹാനിന്റെ വീട്ടിൽ എവിടെയോ ഒരു മെഡ് ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ ചെന്ന് കാര്യമായിട്ട് അന്വേഷിച്ച് തിരഞ്ഞു നോക്കി ഒരു കാസറ്റിന്റെ സെന്ററിൽ അവനത് കണ്ടുപിടിച്ചു. ഗുളിക കഴിച്ചു. ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഇത് വർക്കാവില്ലല്ലോ, കുറച്ച് സമയം എടുക്കും. ആ ടൈമിൽ കുറച്ച് മണ്ടത്തരമൊക്കെ കാണിച്ച് തട്ടിയടിച്ച് വീഴുന്നൊക്കെ ഉണ്ട്. എന്നാലും ഫൈനലി പുള്ളിക്കാരനും ട്രാവൽ ചെയ്ത് അവിടെ ആ ഒരു ലോകത്ത് 1985 എത്താൻ പറ്റി. തേഹോയുടെ യങ്ങർ വേർഷനെ കണ്ടപ്പോൾ കള്ളപ്പന്നിടാ, അപ്പൊ ഇത് സത്യമല്ലേ? ഡേയ് ആറാ നീ, എന്ത് സത്യമാന്ന്? കൂടുതൽ ചോദ്യം പറച്ചിലൊന്നും വേണ്ട, വണ്ടി നേരെ ഹോസ്പിറ്റലിലോട്ട് പോട്ടെ. നീ പോലീസാണ്, ഇത് പോലീസ് വണ്ടിയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, മര്യാദയ്ക്ക് പറയുന്നത് കേട്ടോ, ഹോസ്പിറ്റലിലോട്ട് പോടാ. അങ്ങനെ സ്വന്തം യങ്ങർ വേർഷനെ പേടിപ്പിച്ച് ഹോസ്പിറ്റലിലെത്തി ഹാനിന്റെ യങ്ങർ വേർഷനെ മീറ്റ് ചെയ്ത് ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ, താൻ തേഹോയാണ്, ഭാവിയിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ദുശീലം അങ്ങ് ഒഴിവാക്കിയേക്കണം, ഇത് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. കൂടുതൽ വിശദീകരിക്കാനൊന്നും സമയം കിട്ടില്ല. ആകെ 20 മിനിറ്റല്ലേ കിട്ടുള്ളൂ. ഇവന്റെ യങ്ങർ വേർഷന്റെ വണ്ടിയിൽ, അതായത് പോലീസ് വണ്ടിയിൽ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വന്ന് ഇവിടെ എത്തി ഇവനെ കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും, ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കൊടുത്തപ്പോഴേക്കും സമയം തീർന്നിരുന്നു. ഈ സംഭവിച്ചതിലും കാര്യമില്ലാതില്ല എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഹീറോ ഹാൻ എന്ത് ചെയ്തു? അന്ന് മുതൽ അവന്റെ പുകവലി ഉപേക്ഷിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ലങ് ക്യാൻസർ ഒന്നും വരാതെ വേറൊരു വഴിയിലും തട്ടിപ്പോവാതെ നമ്മുടെ ഹീറോ ഇവിടെ ജീവനോടെ ഉണ്ട്. അന്ന് ആദ്യമായി യോനയെ പ്രപ്പോസ് ചെയ്തില്ലേ, അതേപോലെ വീണ്ടും നമ്മുടെ ഹീറോ അവളെ പ്രപ്പോസ് ചെയ്തു. ഇനിയും മറന്നിട്ടില്ല, മറക്കാൻ സാധിച്ചിട്ടില്ല. അവൻ വേറൊരു ലൈഫിലേക്ക് പോയെങ്കിലും ഇവൾ ഇപ്പോഴും കാത്തിരിക്കുമായിരുന്നു. ഈ കഴിഞ്ഞുപോയ 30 വർഷം എന്ന വലിയ ഗ്യാപ്പിനൊടുവിൽ വീണ്ടും ഒന്നിക്കുന്ന നമ്മുടെ ഹീറോയെയും കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതാണ്. എപ്പോഴും പറയാറുള്ള പോലെ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. തീർച്ചയായും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ സിനിമ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കില്ലല്ലോ. മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി കാണാം. ടേക്ക് കെയർ.